ഈ സംഭവം നടന്നത് ഒരു ഞായറാഴ്ച രാവിലെയാണ്. അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു. ആ റൂമിൽ നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ബെഡായിരുന്നു. ആ ബെഡിലായിരുന്നു ഇദ്ദേഹം ഉള്ളത്. ക്യാൻസറിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ബാധിച്ച് പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം വേറെ ആരും റൂമിലില്ലാത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറെ എനിക്ക് മരിക്കാൻ പേടിയാണെന്നാണ്. മരിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, വേദന ഉണ്ടാവുമോ, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഈ ക്വസ്റ്റ്യൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ മരണത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. 99% ആൾക്കാരും അവരവരുടെ മരണത്തിനെ കുറിച്ചിട്ട് ആലോചിക്കാറേ ഇല്ല. അവരെന്തായാലും ഈ അടുത്തൊന്നും മരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് അധികം ആൾക്കാരും ചിന്തിക്കുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. കുറച്ച് പേര് അവർ മരണത്തിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. പ്രായം കൂടുതലുള്ളവരാവാം, പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാവാം. എല്ലാ മൃഗങ്ങളെയും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനുഷ്യന്മാർക്ക് മാത്രമേ നമ്മളുടെ മരണത്തിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുള്ളൂ, അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവുള്ളൂ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും അധികം ആൾക്കാരും ഈ കഴിവ് ഉപയോഗിക്കാറില്ല. ആർക്കും മരണത്തിനെക്കുറിച്ച് ആലോചിക്കാൻ താല്പര്യമില്ലാത്തതും അതിനെക്കുറിച്ച് ആരും മിണ്ടാതിരിക്കുന്നതും ഇതിൻ്റെ പേടി കാരണമാണ്, ഭയം കാരണമാണ്. കാരണം സിനിമയിലാണെന്നുണ്ടെങ്കിലും TV സീരിയലിലാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാലും ന്യൂസിലാണെന്നുണ്ടെങ്കിലും മരണത്തിനെ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. ഇപ്പോഴത്തെ മോഡേൺ മെഡിക്കൽ സയൻസ് പോലും മരണത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സൊക്കെ അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും മരണത്തിനെ നീട്ടാനാണ് ശ്രമിക്കുന്നത്. ചില സിനിമേൻ്റെ സീനിലൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. ഡോക്ടർ ICUവിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്നു. ഒരു തോറ്റുപോയ ലുക്കായിരിക്കും മുഖത്തുണ്ടാവുക, വളരെയധികം വിഷമത്തോടെ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞത്, ഞാൻ എൻ്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ മരണത്തിനോടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെ അധികം ആൾക്കാരിത് മാറിയിട്ടുണ്ട്. ഇപ്പം മരണം എന്ന് പറഞ്ഞാൽ, നോർമൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ നടക്കേണ്ട ഒരു സംഭവമായിട്ടാണ് അധികം ആൾക്കാരും കാണുന്നത്. മരണത്തിനെ ഭയക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് മോഡേൺ മെഡിസിനിലുള്ള അഡ്വാൻസ്മെൻ്റ് ആണ്. നമുക്കിപ്പോൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ICU ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മളുടെ ബോഡിയിലുള്ള എന്തെങ്കിലും ഓർഗൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, അത് ഹാർട്ട് ആവാം, ലങ്സ് ആവാം, കിഡ്നി ആവാം, ലിവർ ആവാം, ഒന്നിക്കൽ ആ ഓർഗൻസൊക്കെ മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഓർഗന് പകരം മെഷീനുകൾ ഉപയോഗിക്കാം. സർജറിയിലെല്ലാം പലതരത്തിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മരണത്തിനോട് അടുത്തിട്ടുള്ള ഏതൊരു മനുഷ്യനും അവസാന സമയം ഹോസ്പിറ്റലിൽ ചെലവഴിക്കാനാണ് ആഗ്രഹം. കാരണം കുറച്ച് സമയം കൂടിയും, അത് മണിക്കൂറുകളായാലും കുറച്ച് ദിവസങ്ങളായാലും നീട്ടിക്കിട്ടും. ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവരുടെ ഒരു ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഇവരുടെ ഫാമിലി മെമ്പർ സഫർ ചെയ്യുന്നത് കാണാൻ ഇവർക്ക് താല്പര്യമുണ്ടാവില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടി അവിടെ തീരുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഫാമിലി മെമ്പേഴ്സ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, മരണത്തിനോട് അടുത്തിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരും ചോദിക്കില്ല, ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടേ, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ, ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത് ചോദിക്കാറുമില്ല. അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അധികം നടക്കാറുമില്ല. നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ICUവിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെയുള്ള തണുപ്പ് അധികം ആൾക്കാർക്കും, പ്രത്യേകിച്ചും പ്രായം കൂടുതലുള്ളവർക്ക് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ്. ആർക്കും അവരുടെ ജീവിതത്തിൻ്റെ അവസാന സമയം ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറി കിടക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ചിലർക്ക് മരണത്തിനോട് അത്രയും ഭയമായതുകൊണ്ട് തന്നെ ഡോക്ടർമാരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലിൽ മാത്രം മരണങ്ങൾ നടക്കുന്നത്. പക്ഷേ ഈ ഞായറാഴ്ച ദിവസം ഞാൻ കാണാൻ പോയ മനുഷ്യൻ, അദ്ദേഹം എല്ലാവരും പോലെ അല്ലായിരുന്നു. കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയൊക്കെയാണ്. പക്ഷേ ക്യാൻസറിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ പല പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ 1-2 ദിവസം ഹോസ്പിറ്റലൊക്കെ സ്റ്റേ ചെയ്തതിന് ശേഷം അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടേഴ്സ് പറയും, ഇവിടുന്ന് ഇനി ഹോസ്പിറ്റലിലൊന്നും ചെയ്യാനില്ല, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ട. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ഫാമിലി മെമ്പേഴ്സ് ഇദ്ദേഹത്തിനെ എടുത്ത് പോകാറുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ഇനി കൊണ്ടുവരേണ്ടതെന്ന് ഹോസ്പിറ്റലത്തെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞതിന് ശേഷമാണ് അവരെ വീട്ടിൻ്റെ അടുത്തുള്ള എന്നെ അവർ വിളിക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 പ്രാവശ്യം ഞാൻ പോയ സമയത്തും ഇദ്ദേഹത്തിൻ്റെ സിംറ്റംസിനെ കുറിച്ചും രോഗലക്ഷണങ്ങൾ എങ്ങനെ കുറയ്ക്കാം, എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, എത്ര വെള്ളം കുടിക്കണം, എങ്ങനെയാണ് ബോഡി ക്ലീൻ ചെയ്യേണ്ടത്, ഏത് പൊസിഷനിലാണ് കിടത്തേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫാമിലി മെമ്പേഴ്സിന് പറഞ്ഞു കൊടുത്തതും. ഇദ്ദേഹമായിട്ട് സംസാരിച്ചതും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇദ്ദേഹം കിടപ്പിലായിട്ട് 6 മാസത്തിൽ കൂടുതലായി. 3ാമത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയ സമയത്താണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് ആ ചോദ്യം ചോദിച്ചത്. മരണം അടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇദ്ദേഹത്തിനും അറിയായിരുന്നു. പക്ഷേ അതിനെ ഫേസ് ചെയ്യാനുള്ള ഭയമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ആ ഒരു പ്രശ്നം മാത്രമായിരുന്നു ഇവരെ അലട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ്
എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ഇതേപോലെ മരണത്തിനെക്കുറിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടതെന്ന് എനിക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ റൂമിൽ ആ സമയം മറ്റാരും ഇല്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വൈഫ് എനിക്ക് ചായ എടുക്കാൻ വേണ്ടി കിച്ചണിൽ പോയതായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് മരണത്തിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനത്തെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എപ്പോൾ തോന്നുകയാണെന്നുണ്ടെങ്കിലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക. ഇതേ കാര്യം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും എന്നോട് നിർത്താൻ പറഞ്ഞു. പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് അവരുടെ ഇൻട്രസ്റ്റ് കൂടുന്നതായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് മരണം നടക്കുന്നതും പല സ്റ്റേജസ് ആയിട്ടാണ്. നമ്മൾ ജനിക്കുന്ന സമയത്തും ഇതേപോലെ കുറേ സ്റ്റേജസ് ഉണ്ട്. അതേപോലെ സ്ലോലി കുറേ സമയം എടുത്തിട്ട് പല സ്റ്റേജസിലൂടെയാണ് മരണം സംഭവിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജിൽ നമ്മളുടെ എനർജി ലെവൽ മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള എനർജി ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവാം. എല്ലാ സമയം ക്ഷീണം ബാധിച്ചതുപോലെ ഉണ്ടാവാം. ഈ ക്ഷീണം വിട്ടുമാറാത്തതുപോലെ തോന്നാം. അത് ചിലപ്പം കിടക്കുന്ന ആൾക്ക് ഒന്ന് എണീറ്റ് ഇരിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം എടുത്ത് വായിലേക്ക് വെക്കാനായിരിക്കാം. അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾക്കും പോലും ക്ഷീണം മാറുന്നില്ല എന്നുള്ളൊരു തോന്നൽ, അതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന് എനർജി കിട്ടാൻ വേണ്ടി അവർ ഭക്ഷണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ മരണത്തിനോട് അടുത്തിട്ടുള്ള ഒരാൾ അങ്ങനെയല്ല. അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറവായിരിക്കാം, കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് അതും കുറവായിരിക്കാം. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എനർജി അവർക്ക് കിട്ടുന്നത് ഉറങ്ങുന്ന സമയത്താണ്. ഈ പറഞ്ഞ സ്റ്റേജസ് എല്ലാ മനുഷ്യന്മാർക്കും ഒരുപോലെ ആവണമെന്നുമില്ല. പക്ഷേ ഈ ഒരു പാറ്റേൺ അധികം ആൾക്കാർക്കും കാണാറുണ്ട്. കൂടുതൽ സമയം ഉറങ്ങുന്നത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയാം. സാധാരണ ഒരു മനുഷ്യൻ കുറച്ച് സമയം 7-8 മണിക്കൂറാണ് കിടന്നുറങ്ങുന്നത്. ബാക്കി സമയം ഉണർന്നിരിക്കും. പക്ഷേ മരണത്തിനോട് അടുത്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ല. കൂടുതൽ സമയം ഉറക്കമായിരിക്കും, കുറച്ച് സമയം മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ. ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഇടയിലൂടെ ചില സമയത്ത് അവർക്ക് ബോധം നഷ്ടപ്പെടാം, അവർ അൺകോൺഷ്യസ് ആവാം. അതേ വീട്ടിലുള്ള മറ്റ് ഫാമിലി മെമ്പേഴ്സ് അത് കാണുന്ന സമയത്ത് അവർ വിചാരിക്കുന്നത് ഇദ്ദേഹം ഉറങ്ങുകയാണെന്നായിരിക്കും. പക്ഷേ ആക്ച്വലി അവർ ഉറങ്ങായിരിക്കില്ല, അവർ അൺകോൺഷ്യസ് ആയിരിക്കും. ഇങ്ങനെ ബോധം പോയ സ്റ്റേജിൽ നിന്നും അവർ ഉണരുന്ന സമയത്ത് ഇവർക്ക് ഉറക്കത്തു നിന്ന് എണീറ്റതുപോലെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുള്ളൂ. അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അവർ ഉറങ്ങുകയായിരുന്നു, ബോധം നഷ്ടപ്പെട്ടതായിരുന്നു എന്നുള്ളത്. നമ്മൾ മരണത്തിനോട് അടുത്തേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ ഓരോരോ കോശങ്ങളും പലതരത്തിലുള്ള കോശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ടിഷ്യൂസും പലതരത്തിലുള്ള ടിഷ്യൂസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഓർഗൻസും ഓർഗൻ സിസ്റ്റംസും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം മെല്ലെ ഷട്ട് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് കെട്ടുപോകുന്നത് പോലെയല്ല നമ്മളുടെ ബോഡി വർക്ക് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതൊരു സ്ലോ പ്രോസസ്സാണ്. ബ്രെയിനിലും ഈ പറഞ്ഞ ചേഞ്ചസ് നടക്കും. ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ വർക്ക് ചെയ്യുന്നത് മെല്ലെ മെല്ലെ സ്റ്റോപ്പ് ചെയ്യും. ആ സമയത്താണ് ഇവരുടെ ബോധം പോകുന്നത്, അൺകോൺഷ്യസ് ആവുന്നത്. ബോധം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു സ്റ്റേജിൽ ബ്രെയിനിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഈ സമയത്ത് വർക്ക് ചെയ്യുള്ളൂ. അതിലൊന്നാണ് നമ്മളുടെ ശ്വാസം വലിക്കുന്നത് കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ട്. നമ്മൾ ശ്വാസം വലിക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ ബ്രെയിനാണ്. ഇങ്ങനെ ബോധം പോകുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തിൻ്റെ ഫംഗ്ഷൻ മാത്രമാണ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം കിടക്കുകയായിരുന്നു. കിടക്കുന്ന പൊസിഷനിൽ ഇവർ എണീറ്റിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, കണ്ടിന്യൂ ചെയ്യാമെന്ന് മനസ്സിലായി. ഇപ്പോഴും ഇദ്ദേഹത്തിൻ്റെ വൈഫ് ചായയും കൊണ്ട് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അവർ ചായയായിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അധികം ആൾക്കാർക്കും മരണത്തിനെക്കുറിച്ച് കേൾക്കുന്നതും ഭയമാണ്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ ശ്വാസം വലിക്കുന്നത് നമ്മൾ അറിയാതെയാണ്, അതായത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കുന്ന സമയത്ത് ഈ ബ്രീത്തിങ് അതിൻ്റെ പാറ്റേണിൽ ചെറിയ മാറ്റങ്ങളുണ്ടാകും. ചിലപ്പം ബ്രീത്തിങ് വളരെ സ്ലോ ആവാം, ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് ആവാം. ചിലപ്പം ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പോസ് ബട്ടൺ ഞെക്കിയതുപോലെ കുറച്ച് സമയത്തേക്ക് വേണം നിൽക്കാം. പിന്നീട് വീണ്ടും ശ്വാസം വലിച്ചു തുടങ്ങുന്നത് കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കാം. ചില ആൾക്കാർക്ക് അവർ ശ്വാസം പുറത്തേക്ക് വിടുന്നത് മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നതിന് പകരം ത്രോട്ടിലൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ ത്രോട്ടിലൂടെ പുറത്തേക്ക് വരുന്ന സമയത്ത് ചിലപ്പം സൗണ്ട് ഉണ്ടാവാം. ആ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ചിലപ്പം മറ്റ് ഫാമിലി മെമ്പേഴ്സിന് ഭയം കൂടാം. അവർ വിചാരിക്കും ഇവർക്ക് ശ്വാസം മുട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സൗണ്ട് വരുന്നത്. നേരത്തെ കുടിച്ച വെള്ളം തൊണ്ടയിൽ കുടുങ്ങി കിടന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉമിനീര് കുടുങ്ങി കിടന്നിട്ടായിരിക്കാം. പക്ഷെ അവർക്ക് കൃത്യമായിട്ടും ശ്വാസം വലിക്കാൻ പറ്റുന്നുണ്ടാവും. ശ്വാസം മുട്ടലൊന്നും ഉണ്ടാവില്ല. സൗണ്ട് ഉണ്ടാക്കുന്നത് ഇവർ മനഃപൂർവ്വമല്ല, ഇവർ പോലും അറിയാതെയാണ് ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജിൽ ശ്വാസം വലിക്കുമ്പോഴുള്ള സൗണ്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സൗണ്ടൊക്കെ കുറയ്ക്കാൻ പാലിയേറ്റീവ് മെഡിസിനിൽ പലതരത്തിലുള്ള മെഡിസിൻസും ഉണ്ട്. അവസാനത്തെ ശ്വാസം എടുക്കുന്നതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അതെങ്ങനെയാണ് നടക്കുന്നത്, ഏത് സമയത്താണ് എക്സാക്ട്ലി നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയില്ല. പക്ഷേ അതിനെക്കുറിച്ച് സ്പെഷ്യലായിട്ടൊന്നും കാര്യമായിട്ട് പേടിക്കാനും ഇല്ല. നമ്മൾ സാധാരണ ശ്വാസം വലിക്കുന്നത് പോലെ തന്നെയായിരിക്കും അവസാനത്തെ ശ്വാസവും. അവസാനത്തെ ശ്വാസത്തിൻ്റെ സമയത്ത് വേദന ഉണ്ടാവില്ല, കംപ്ലീറ്റ് കറുത്തു പോകുന്നത് പോലെ അങ്ങനെയൊന്നും ആയിരിക്കില്ല. സിനിമയിൽ കാണുന്നത് പോലെ വായിലൂടെ നൊരയും പതയും അങ്ങനെയൊന്നും വരാറില്ല. പാനിക് ഉണ്ടാവില്ല. സിനിമയിൽ കാണിക്കുന്ന ഡ്രാമ പോലെയല്ല യഥാർത്ഥത്തിൽ അവസാനത്തെ ശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവസാനത്തെ ശ്വാസത്തിനെ ആരും ഭയക്കേണ്ടതില്ല.
ഇത് ഞാൻ പറഞ്ഞ് നിർത്തിയ സമയത്ത് ഇദ്ദേഹം പതിയെ ജെൻ്റ്ലി എന്നെ ഒന്ന് മെല്ലെ തൊട്ടു. അവരെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ മുഖത്തൊരു ചെറിയ ചിരി ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് ചായയും കൊണ്ടിട്ട് റൂമിലേക്ക് വന്നത്. വൈഫ് ചോദിച്ചത് ഡോക്ടർ എന്താ പറഞ്ഞത്, ഇദ്ദേഹത്തിനെ ചിരിക്കുന്നത് കണ്ടിട്ട് കുറേ മാസങ്ങളായി. ഈ ഒരു ക്ലാസ് ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ എനിക്ക് എടുക്കേണ്ടി വന്നൊരു ക്ലാസ്. ഇത് കുറേ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. MBBS ചെയ്തതിന് ശേഷം ഞാൻ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കോഴ്സേ ചെയ്തിട്ടുള്ളൂ. അത് പാലിയേറ്റീവ് മെഡിസിനിലാണ് ചെയ്തത്. കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ഈ കോഴ്സ് ചെയ്യാൻ കാരണം ഈ ഒരു സംഭവമായിരുന്നു. അന്നാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് പേർക്കെങ്കിലും മരണത്തിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാകും. കാരണം നമുക്ക് അറിയാത്തതിനെക്കുറിച്ചാണ് കൂടുതൽ ഭയക്കേണ്ടത്. അറിയുന്ന കാര്യത്തിനെക്കുറിച്ച് ഭയം കുറവായിരിക്കും. മരണത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഭയം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മരണത്തിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഭയം കുറയ്ക്കാൻ സാധിക്കും. ആ ഫിയർ മെല്ലെ അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഡോക്ടർമാർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾക്കും ഇത് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലും ഇതേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ ഈ കാര്യം നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പേ അവർക്കിത് കേൾക്കാൻ ആഗ്രഹമുണ്ടോ എന്നുള്ളത് നിങ്ങൾ അവരടുത്ത് ചോദിക്കണം. ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യണോ വേണ്ടതെന്ന് ഞാൻ കുറേ കാലമായി ആലോചിക്കുന്നു. മരണത്തിനെക്കുറിച്ച് കുറേ പേർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ചിലവർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് അവരെ ഫാമിലി മെമ്പേഴ്സിനും കൂടി ഇതൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളതാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. മരണം എന്ന് പറയുന്നത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്കതിനെ തടയാൻ സാധിക്കില്ല. കുറച്ച് സമയത്തേക്ക് നീട്ടി നിർത്താൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ ആൾക്കാർ മരണത്തിനെക്കുറിച്ച് അറിയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിലും മരണത്തിനോട് അടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവസാനത്തെ സ്റ്റേജിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാനും ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കും. അവരുടെ അടുത്തും കൂടി നിങ്ങൾ ചോദിക്കണം, അവസാനത്തെ സമയം ഹോസ്പിറ്റലിൽ ICUലാണോ ചിലവാക്കേണ്ടത് അതോ വീട്ടിൽ തന്നെ നിന്നാൽ മതിയോ? ഇനി അഥവാ ലാസ്റ്റ് സ്റ്റേജസിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബോധമില്ല എങ്കിൽ നിങ്ങൾക്കും ഈ തീരുമാനം എടുക്കാം. നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതകാലത്തേക്ക് നല്ല മെമ്മറീസ് ഉണ്ടാക്കണോ അതോ പ്രോപ്പറായിട്ടുള്ള ഒരു ഗുഡ് ബൈ പോലും പറയാൻ സാധിക്കാതെ ഹോസ്പിറ്റലിൽ ICUയിൽ കൊണ്ടുപോയി കിടത്തണോ എന്നുള്ളത്. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് മരണത്തിനെക്കുറിച്ചും പാലിയേറ്റീവ് കെയറിനെക്കുറിച്ചും കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.